ഹിറ്റ്ലറെ, എന്റെ സ്നേഹത്തിന് നഷ്ടപരിഹാരം തരാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് സാധിക്കില്ല. ഈ സാരി, ഇത് മാത്രം മതി. അമ്മ എന്തു പണിയായി കാണിച്ചത്? എല്ലാവർക്കും കൂടി അവകാശമുള്ള ഈ വീട് എങ്ങനെ അവൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും? അമ്മ ചെയ്തത് ശരിയായില്ല. അഹങ്കാരം പറഞ്ഞ ആടിച്ചതിന്റെ കാരണക്കുട്ടി അടിച്ചു പൊളിക്കും ഞാൻ. എന്റെ പേരിലുള്ളതേ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നീ ആരാണ് ചോദിക്കാൻ? എന്റെ മോന്റെ ലൈഫാ നീയെ കൂടി തൊലച്ചത്. എല്ലാം എന്നെ കൺമപ്പിന്ന കേറിപ്പോയനടി. നോ, ഇനി ഒരു അക്ഷരം സംസാരിച്ച എല്ലാത്തിനും ചാട്ട് പുറത്താക്കും ഞാൻ. കേറിപ്പോയനടി. പൂർണ്ണ മനസ്സോടെ എനിക്കൊന്നും വേണ്ടെന്നോ ഞാനൊരു തീരുമാനത്തിലെത്തിയത്. അത് വേണോ ജ്യോതി? അർഹതയുള്ളത് നീ വേണ്ടെന്ന് പറയുന്ന എന്തിനാ? നിന്റെ ഇനിയുള്ള ജീവിതത്തിന് താങ്ങായിട്ട് എന്തെങ്കിലും വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മായ. ഞാനിവിടെ മരുമകളായി വരാൻ ആഗ്രഹിച്ചതാണോ? DKയുടെ ഭാര്യ അവൻ മോഹിച്ചതാണോ? എന്നിട്ടും ഞാനിതെല്ലാം ആയില്ലേ? അത് ഈശ്വരന്റെ തീരുമാനം. ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ ഇന്നലെ വരെ നിങ്ങൾ എന്നെ എതിർത്തത് എന്തുകൊണ്ടാ? ആരാർക്ക് മിത്രമാകണമെന്നും ആർക്ക് ശത്രു ആകണമെന്നും നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചതും അതേ വിധിയ. ജ്യോതി, ഞങ്ങൾക്കിപ്പോ നിന്നോട് ഒരു പിണക്കവും ഇല്ല. ഇനി എന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. ഇതുവരെ സംഭവിച്ചതെല്ലാം മറക്കണം ജ്യോതി. അതിന് ഞാൻ നിങ്ങളെ ആരെയും ശത്രുക്കളായി കണ്ടിട്ടില്ലല്ലോ താരെ. എനിക്ക് ആരോടും ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങളോടെല്ലാം എന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചതുകൊണ്ട് എല്ലാവരുടെയും പിണക്കം മാറിയില്ലേ? അതിന് നിങ്ങൾ ഈശ്വരനോട് നന്ദി പറഞ്ഞാൽ മതി. ജ്യോതി, ഞാൻ പറയുന്നത് വേണ്ട, ഇനി ഒന്നും പറയണ്ട. പണത്തിന് പകരം വെക്കാൻ പറ്റുന്നതല്ല എന്റെ നഷ്ടങ്ങൾ. എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു. നിങ്ങൾ എനിക്ക് പാർട്ടി തരാനും തീരുമാനിച്ചു. അതൊക്കെ സ്വീകരിച്ച് സന്തോഷമായിട്ട് ഞാൻ ഈ അമരാവതിയിൽ നിന്ന് മടങ്ങും. ഉള്ളിലൊരു സ്ത്രീ എത്രമാത്രം കരുത്തയാണെന്ന് നീ കാണിച്ചു തന്നു. എതിർക്കുമ്പോഴും സ്നേഹിച്ചു, അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും അടുത്തു വന്നു. ജ്യോതി, ശത്രുക്കളായിട്ട് വഴക്കിട്ടു നമ്മള്. പക്ഷെ ശത്രുത ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇപ്പോഴാ മനസ്സിലായത്. അയ്യേ, വില്ലത്തികൾ ഇങ്ങനെ സെന്റി അടിക്കാൻ പാടില്ല കേട്ടോ. പിരിയുമ്പോഴും സന്തോഷമായിട്ട് തന്നെ പിരിയണം. പിന്നെ എന്തൊക്കെയാ വൈകിട്ടത്തെ പാർട്ടിയുടെ പ്ലാൻ? അതൊക്കെ സസ്പെൻസാ. ആഹാ, എന്തായാലും നിന്നെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ജ്യോതി. അയ്യേ, ചുമ്മാ സെന്റി അടിച്ച് പാർട്ടി നശിപ്പിക്കല്ലേ. 2 പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് നമുക്കങ്ങ് പിരിയാം അല്ലേ? എന്നാ നിങ്ങൾ ചെല്ല്, പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യും. നമ്മളെല്ലാം കൂടി ജ്യോതിക്ക് ഒരു നല്ല യാത്രയപ്പ് കൊടുത്തു വേണം അമരാവതിയിൽ നിന്ന് മടക്കി അയക്കാൻ. അത് കാണാൻ SK ഇവിടെ ഉണ്ടാവണം.
മധുരം പുരട്ടിയ വിഷം എന്റെ മുമ്പിൽ വിളമ്പരുത് നീ. എല്ലാവരും കൂടി ആ പാവത്തിനെ പാര വെച്ച് ഓടിക്കുന്ന പാർട്ടിയിൽ ഞാൻ പങ്കെടുക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാവത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയതിന്റെ പങ്ക് പറ്റി ആഘോഷിക്കാൻ അത്രയും മഹാഭാവിയല്ല ഞാൻ. ആ പാവം അമരാവതി നിറങ്ങിപ്പോകുന്നത് ആഘോഷിക്കാൻ നിങ്ങൾ പാർട്ടി നടത്തുന്നു. പക്ഷേ എന്റെ ഏട്ടത്തിയുടെ നെഞ്ചിലെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവില്ല. സന്തോഷത്തോടെയാണോ ഏട്ടത്തി ആ പടിയിറങ്ങി പോകുന്നത്? ആണോന്ന്? എന്റെ ഏട്ടന്റെ ജീവിതത്തിലെ നന്മയാ ആ പടിയിറങ്ങാൻ പോകുന്നത്. അവരുടെ കണ്ണീരിന്റെ ഉപ്പ് തൊട്ട് ഭക്ഷണം കഴിക്കാനും ചുണ്ടിൽ വിഷം പുരട്ടി മധുരത്തിൽ ഏട്ടത്തിക്ക് നല്ലത് വരട്ടെ എന്ന് പറയാനും എന്നെ കിട്ടില്ല. പക്ഷേ ആ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമില്ല. നീ വാരിക്കോരി കൊടുക്കാന്ന് പറഞ്ഞ നഷ്ടപരിഹാരം എന്റെ മോള് വേണ്ടെന്ന് പറഞ്ഞ എന്താ അതറിയോ നിനക്ക്? അവളുടെ സ്നേഹത്തെ പണം കൊണ്ട് അളക്കാൻ അവൾ സമ്മതിക്കില്ല. എനിക്കറിയാം എന്റെ മോളെ. നീ ഉപേക്ഷിച്ചാലും അവളെ ഞാൻ സംരക്ഷിക്കും, എന്റെ മരണം വരെ. നിന്റെ ഒരു ചില്ലിക്കാശ് പോലും അവൾക്ക് വേണ്ട. അവളുടെ ഭർത്താവായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ലാതെ പോയി. എന്റെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്റെ വാക്കിൽ നിന്ന് ഈ നിമിഷം പോലും ഞാൻ കടുകിട മാറിയിട്ടില്ല. ആരോടും ഈ വീട് ഉപേക്ഷിച്ചു പോകാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല. ആരുടെയും സ്നേഹത്തിന്റെ തുലാസിൽ എന്നെ കയറ്റിയിരുത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വയം എടുത്ത തീരുമാനങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. എന്റെ തെറ്റും ശരിയും എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊരു മനുഷ്യജീവിയാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. സോറി. എല്ലാം ഓക്കെ അല്ലേ ഗൂഗിൾ? പിന്നല്ലാതെ ഈ പാർട്ടിയുടെ സ്പോൺസേഴ്സ് ഞങ്ങളല്ലേ. ഈ പാർട്ടിയിൽ ഒന്നിനും ഒരു കുറവും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ജ്യോതി ഇവിടുന്ന് പോയാലും ഈ പാർട്ടി ഒരിക്കലും മറക്കില്ല. ചിത്രമൊന്നല്ലോ. ബാലു, ഇന്നത്തോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പിണക്കവും മാറണം. ജ്യോതിയുടെ പേരിലാ ബാലുവും ചിത്രയും തമ്മിൽ വഴക്കിട്ടതും പിണങ്ങിയതും എല്ലാം. ചിത്രേ, അതൊന്നും ഇനി മനസ്സിൽ വെച്ചേക്കരുത്. ബാലുവിനോടുള്ള ദേഷ്യമൊക്കെ മറന്നേക്കണം. എന്നോട് ചെയ്തതൊക്കെ അത്ര പെട്ടെന്ന് ഞാൻ മറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. സോറി ചിത്രേ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കണം. ദേ ബാലു സോറിയും പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസം തന്നെ. നല്ലതാണോ കെട്ടതാണോ എന്നൊക്കെ പറയാൻ ഇനി സമയമുണ്ടല്ലോ. പിന്നെ എനിക്കാരോടും പിണക്കമൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അന്ന് എന്റെ മനസ്സ് മുറിഞ്ഞു പോയതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ പാർട്ടിക്ക് നിങ്ങൾക്കൊപ്പം കൂടിയത് ഇത് ജ്യോതിക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്. ഈ അടുത്തിടെയാണ് മരിച്ചത്. ഓ, ഈ മുരുകൻ ചെട്ടിയാരുടെ ലോറി ഓടിക്കലായിരുന്നു അയാളുടെ തൊഴിൽ. അയാൾ എങ്ങനെയാ മരിച്ചത്? ക്യാൻസർ ആയിരുന്നു. ദൈവം കൊടുത്ത വിധി, അല്ലാതെന്താ. ഞങ്ങളുടെ കേസും ഈ ചെട്ടുകാരുമായിട്ട് എന്താ ബന്ധം? അന്ന് നിങ്ങളടിച്ച ലോറിയുടെ ഡ്രൈവർ ഈ പെരുമാൾ സ്വാമിയായിരുന്നു. ഓ,
മരിക്കുന്നതിന്റെ തലേ ദിവസം അവസാനാഗ്രഹമായി പെരുമാൾ പറഞ്ഞത് ചെട്ടിയാരെ ഒന്ന് കാണണമെന്നാ. ചെട്ടിയാരെ പോയി കാണുകയും ചെയ്തു. ICUവിൽ അന്ന് അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയായ നഴ്സ് എൻ്റെ ഒരു പരിചയക്കാരിയായിരുന്നു. അവർ പറഞ്ഞത് പെരുമാൾ അവസാനമായിട്ട് ചെട്ടിയാരോട് സംസാരിച്ചത് ഒരു ആക്സിഡന്റിനെ കുറിച്ചായിരുന്നു എന്നാ. അതുകൊണ്ടാ നമ്മളിപ്പോൾ ചെട്ടിയാരെ കാണാൻ വന്നത്. നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മന്നിക്കുന്നു സർ, കൊഞ്ചം ലേറ്റാച്ച്. ഞാൻ ചെട്ടിയാർ, മുരുകൻ ചെട്ടിയാർ. ആ, കാര്യങ്ങളൊക്കെ സൈമൻ പറഞ്ഞു. പേടിക്കണ്ട ചെട്ടിയാരെ, നിങ്ങൾക്കൊരു കുഴപ്പം വരില്ല. അത് ശരിയാ, അതാ നല്ലത്. വേണ്ട, ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. അയ്യോ അയ്യോ, അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടല്ലേ. എന്തായാലും ഞാൻ പോവല്ലേ, ഇനി എന്തിനാ ഈ വഴക്കൊക്കെ? ബേട്ടി, നിന്നെ ഈ അമ്മ കൊണ്ടേ വിടും. അതൊന്നും വേണ്ട അമ്മേ. എന്നാ പിന്നെ എനിക്ക് കരയാനേ സമയം കാണുള്ളൂ. എനിക്കിനി കരയാൻ വയ്യ. കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ തന്നെയാ. എന്നാ ഇപ്പോഴും എനിക്കതിൽ കുറ്റബോധമില്ല. കാരണം നിന്റെ ജീവിതം ഇവിടെ ഇല്ലാതാവുന്നതിനേക്കാൾ നല്ലത് നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നത് തന്നെയാ. ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ അംഗീകാരമാണ്. ആ അംഗീകാരം നിനക്ക് ഈ വീട്ടിൽ കിട്ടില്ല. നമ്മൾ അംഗീകരിക്കപ്പെടാത്തടത്ത് നമ്മൾ നിൽക്കരുത്. എനിക്കതിലൊരു പരാതിയില്ല മായേ. ആൾമാറാട്ടക്കാരിയായി വന്നവളെ അംഗീകരിക്കാൻ ആർക്കായാലും വിഷമമുണ്ടാവും എന്ന് കരുതി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. എന്റെ വിധി അത്രേ ഉള്ളൂ. മൈസൺ, ഇവര് പറഞ്ഞത് കേട്ടില്ലേ? കുറ്റം ചെയ്ത് നീയാ. നീ അവളെ യഥാർത്ഥ വൈഫായിട്ട് അംഗീകരിക്കാത്തതാ എല്ലാത്തിനും കാരണം. എന്റെ സ്റ്റാൻഡ് എന്താണെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാവുന്നല്ലേ. പിന്നെ എന്തിനാ എന്നെ കുറ്റപ്പെടുന്നത്? എന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും ഒരു വ്യത്യാസവും വരില്ല. അയ്യോ ഇല്ലറേ, ചൂടാവണ്ട. പറഞ്ഞു വന്നപ്പോ ഇവര് സത്യം പറഞ്ഞേ ഉള്ളൂ. മായേ, ഇനിയിപ്പോ പഴയതൊന്നും പറയാൻ നേരമില്ല. നിങ്ങളുടെ അതേ പ്രായമുള്ള ഞാൻ നിങ്ങളുടെ അമ്മായിയമ്മയായിട്ടാ ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. അതും ആൾമാറാട്ടം നടത്തിയിട്ട്. എന്നിട്ടും ഈ ഹിറ്റ്ലറും നിങ്ങളും എല്ലാം എന്നെ ഇത്രയും നാൾ സഹിച്ചത് തന്നെ എന്റെ ഭാഗ്യം. ബേട്ടി, നീ പോകരുത് തന്നെ അതൊക്കെ ഇപ്പോഴും പറയാനുള്ളത്. നീ പോകുമ്പോ ഇവിടെ ഇല്ലാതാവുന്നത് ഈ വീടിന്റെ വെളിച്ചമാ. ഒരു വെളിച്ചവും എങ്ങോട്ടും പോവില്ല.
അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മ കരയല്ലേ? അമ്മ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ എന്നെ കണ്ടു, സ്നേഹിച്ചു. ഞാൻ ചെന്നുപെട്ട പ്രതിസന്ധികളിലെല്ലാം എനിക്ക് കരുത്തായിട്ട് നിന്നത് എന്റെ അമ്മയാ. മോളെ, സുപ്രിയയുടെ പകരക്കാരിയായിട്ടല്ല, സുപ്രിയായിട്ട് തന്നെയാ നിന്നെ കണ്ടതും സ്നേഹിച്ചു. എന്ന കാലം വരെ ഇവിടെ ജീവിക്കാനുള്ള അവസരവും അനുവാദവും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇനി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആദ്യം ഈ വേഷമൊക്കെ കെട്ടിയത്. ജീവൻ രക്ഷിച്ചു, പക്ഷെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഒരു ദുഷ്ടൻ എല്ലാം നശിപ്പിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്താ സുധേട്ടാ? ജ്യോതിമോളെ രക്തം ചെയ്ത് ആശുപത്രി കൊണ്ടുപോയെന്ന്. എന്റെ ഈശ്വര, എന്റെ ചേച്ചി. പോലെ ദേവ, എന്തിനാ അവളെ ഈ ചതി ചെയ്തത്? പത്മാവതി അമ്മേ, ചേച്ചിക്ക് എന്താ ഞാൻ എന്താ കേട്ടത്? എന്റെ മോക്ക് എന്താ പറ്റിയത്? എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? എന്റെ മോക്ക് എന്ത് പറ്റി? അതെ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇതൊരു ഹോസ്പിറ്റലാണ്. സിസ്റ്റർ, എന്റെ മോക്ക് എന്ത് പറ്റി? അതൊക്കെ ഡോക്ടർ വന്നിട്ട് പറയും. കരയാതെടാ.
കരയാതെ പ്രിയ, കരയാതെ. ചേച്ചിക്കൊന്നും പറ്റില്ല, കരയാതിരിക്കും. ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല. പോയിസൺ നല്ലപോലെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ആ കുട്ടി ആത്മഹത്യ ശ്രമിച്ചതിന് പ്രത്യേകിച്ച് കാരണമുണ്ടോ? എനിക്കറിയില്ല ഡോക്ടർ. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഡോക്ടർ എങ്ങനെയെങ്കിലും അവളുടെ ജീവൻ രക്ഷിക്കണം. ഇവനോട് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. നടന്നത് ആത്മഹത്യാ ശ്രമമാണെങ്കിലും കൊലപാതക ശ്രമമാണെങ്കിലും പോലീസിന് അറിയിച്ചേ പറ്റൂ. ഡോക്ടർ, ദയവ് ഇത് പോലീസിനെ അറിയിക്കരുത്. എന്താ, പോലീസിനെ അറിയിച്ചാൽ അകത്താവുന്ന പേടിയുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു അപകടം നടന്നു പുറത്തറിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ നാണക്കേടാ. നാണക്കേടിനേക്കാൾ വലുതല്ലേടോ അകത്ത് കിടക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ ജീവൻ. ഹലോ, ആ സാറായിരുന്നോ? എന്താ സാർ ഈ രാത്രിയില്? ജ്യോതിയോ? അതെ സാർ, ഉണ്ടല്ലോ. ഇപ്പൊ ഐസിയിലാണ്. സംഗതി ഒരു പോയിസൺ കേസാ, ഇത്തിരി സീരിയസാ. ഉണ്ട്, ആളെന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഓക്കെ സാർ, ഞാൻ നോക്കിക്കൊള്ളാം. കമ്മീഷൻ നിങ്ങൾ സുഹൃത്താണല്ലേ? അതെ ഡോക്ടർ, അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ പോലീസിൽ ഇൻഫോം ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിന് പ്രശ്നമാണ്. അത് ഞങ്ങളുടെ പോളിസിയാ. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കാം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് കമ്മീഷണർ ചെയ്യട്ടെ. എന്തായാലും ഈ കുട്ടിയുടെ ഉള്ളിൽ വിഷം എങ്ങനെ ചെന്നുവെന്ന് കൂടെയുള്ളവരോടും തിരക്കി നോക്ക്. ഓക്കെ ഡോക്ടർ. ഓക്കെ. കൊള്ളാം. വിഷം ഉള്ളിൽ ചെന്ന് DKയുടെ ഭാര്യ ആശുപത്രിയില്. നാളത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരാൻ പറ്റിയ വാർത്ത. എന്റെ ഈശ്വര, സന്തോഷിക്കാതെ എന്തോ ചെയ്യും. ദൈവമേ, നീ എനിക്കിങ്ങനെ ഓരോരോ സന്തോഷങ്ങൾ ഇങ്ങനെ മാറി മാറി തരികയാണല്ലോ. അവളിപ്പോ ചത്ത് കാണുമോ? ചാവാൻ പോകുന്നേ ഉള്ളോ? എന്തായാലും പ്രിയയെ ഒന്ന് വിളിച്ചു നോക്കാം. സത്യം പറ മായേച്ചി, എന്താ സംഭവിച്ചത്? ചതിച്ചത് നിങ്ങൾ ആരെങ്കിലും ആണോ? നീ എന്താടി ചിത്ര ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജ്യോതി അവിടുന്ന് പറഞ്ഞു വിടാനല്ലേ നിങ്ങൾ പല അടവുകളും എടുത്തത്? എടീ, അതിനവള് പോകാമെന്ന് തീരുമാനിച്ചതല്ലേ? പിന്നെ ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പോയാലും ഒരുപക്ഷെ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ആ പേടി കൊണ്ട് നിങ്ങൾക്കിത് ചെയ്തൂടെ? ചിത്ര, നീ എന്താ ഈ പറയുന്നത്? മനസ്സാ വാചാ കർമ്മണ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ വീട്ടിൽ വെച്ച് അത് സംഭവിച്ചത്. അവിടെ ആ സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകാൻ തയ്യാറായ ജ്യോതി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതാരും അവൾക്ക് മനഃപൂർവ്വം കൊടുത്തു തന്നെയാ. എന്താ ഒരു ചതി ഇതിനിടയിൽ നടന്നിട്ടുണ്ട് മായച്ചി. എങ്ങനെയുണ്ട് മായച്ചി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചത്തിട്ടില്ല. ഇക്കൂട്ടത്തിൽ ആരാ കൂടെ നിന്ന് ചതിച്ചത്? ജ്യോതി ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചത് മുതൽ അവളോടുള്ള എല്ലാ വൈരാഗ്യവും നമ്മൾ അവസാനിപ്പിച്ചതാ. തിരിച്ചു പോകാൻ തീരുമാനിച്ച ജ്യോതി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരാള് പോലും അത് വിശ്വസിക്കില്ല. അതെന്താ വിശ്വസിച്ച? കുറച്ചുകൂടി യുക്തിയോട് ചിന്തിച്ച അതാണ് സത്യമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ബാലു പറയുന്നതിലും കാര്യമുണ്ട്. ജ്യോതി തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അവസാന നിമിഷം അവൾക്ക് DKയും ഈ വീടിനെയും വിട്ടുപോകാൻ തോന്നിക്കാണില്ല. ആത്മഹത്യ ഒരു നിമിഷത്തിന്റെ പ്രേരണയാൽ സംഭവിക്കുന്ന ഒന്നാണെന്ന് ഡോക്ടർമാര് തന്നെ പറയുന്നുണ്ട്. മനസ്സിന്റെ കൺട്രോൾ പോയപ്പോ
ഇനി ജീവിക്കേണ്ട എന്ന് അവൾ തീരുമാനിച്ചു കാണും. അതാണ് സംഭവിച്ചതെന്നാ എന്റെ ഉറച്ച വിശ്വാസം. എടാ നീ പറഞ്ഞത് കറക്റ്റാ. വക്കീല് വന്നപ്പോഴും നമ്മളോടുള്ള യാത്ര പറഞ്ഞപ്പോഴും ജ്യോതി എന്തോ തീരുമാനിച്ചുറപ്പിച്ച നിലയിൽ തന്നെ ആയിരുന്നു. അത് മാത്രമല്ല, ഇത് അവള് നമുക്ക് തന്ന ഒരു പണി കൂടിയാ. പണിയോ? എന്തു പണി? ഏയ്, ജ്യോതി അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ആര് പറഞ്ഞു ചിന്തിക്കില്ലെന്ന്? അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നമ്മൾ ആര് സുഖമായിട്ട് ജീവിക്കണ്ടെന്ന് അവൾ അങ്ങ് കരുതി. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചാൽ സ്വാഭാവികമായും നമ്മളെ എല്ലാം പോലീസ് സംശയിക്കും, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യും. പോലീസിന്റെ ചോദ്യം ചെയ്യൽ അറിയാലോ. സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടില്ല. അങ്ങനെ പോകുന്ന പോക്കിന് നമുക്കൊരാണയും കൂടി അടിച്ചിട്ട് പോയതല്ലെന്ന് ആര് കണ്ടു? അല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം നമുക്കിതൊക്കെ പറയാം. പക്ഷേ പോലീസിൽ അവൾ നമുക്കെതിരെ മൊഴി കൊടുത്ത നമ്മളെല്ലാവരും അകത്തുപോകും. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, ഇക്കാര്യത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇല്ല മായച്ചി, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. അവൾ ഇവിടുന്ന് പോകണമെന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവളെ കൊല്ലാനൊന്നും ആരും ആഗ്രഹിച്ചിട്ടില്ല. എന്നാലും മോളെ നീ പോട്ടെ.